ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ, കമ്പനി ബോർഡ് LGS, ബെഫ്കോ LD തുടങ്ങിയ മെയിൻസ് പരീക്ഷകൾ 2027 നടക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന LGS LTC പരീക്ഷ, ഇവയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ വിജയമന്ത്രം സീരീസ് മുന്നോട്ട് പോകുന്നത്. വിജയകരമായി തന്നെ ഇന്ന് 49ാമത്തെ ദിവസമാണ്. മുൻവർഷ ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങൾ, അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് മാക്സിമം LD ക്ലർക്ക്, ആ ലെവല് വരെ PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 2023-24 മത്സര പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും. ഇതെന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആകും, അത് 100% ഉറപ്പാണ്. ഞാനൊരു 4-5 ദിവസമായിട്ടൊരു യാത്രയിലായതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് 10:10 തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. എനിവേ, നമുക്ക് മെയ് 1 10th പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിൽ 75 days 75 marks, ഇതാണ് നമ്മുടെ മോട്ടോ. മെയ് 10 വരെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 7736968625 ഇതാണ് വാട്സപ്പ് നമ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ PYQ, അതിൻ്റെ PDF, മോഡൽ എക്സാം, SCERT മുഴുവൻ സയൻസും സാമൂഹ്യ പാഠവും, പാഠങ്ങൾ, നോട്ട്സ്, വീഡിയോ, ഇതെല്ലാമാണ് ആ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? 2024 LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം: കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമത്തോടും ബ്രിട്ടനോടുമാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമത്തിൽ നിന്നാണ്, പിന്നെ ബ്രിട്ടനിൽ നിന്നുണ്ട്, പിന്നെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി, സ്പീക്കർ എന്നീ പദവികളിൽ നമ്മൾ ബ്രിട്ടനെ അനുകരിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രിയും നിയമനിർമ്മാണ സഭയിൽ സ്പീക്കറും അധ്യക്ഷത വഹിക്കുന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ആയിരിക്കും സഭാ നേതാവ്. പാർലമെന്റിൽ സർക്കാരിന്റെ പ്രധാന വക്താവാണ് പ്രധാനമന്ത്രി. കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയ്ക്ക് നൽകിയിരിക്കുന്നത് ബ്രിട്ടീഷ് മാതൃകയിലാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിലൂടെ അംഗങ്ങളാകുന്നവർ ഉൾപ്പെടുന്ന ലോക്സഭയാണ് ജനഹിതം പ്രതിഫലിപ്പിക്കുന്ന സഭ. അതാണ് ലോക്സഭയുടെ മുൻതൂക്കത്തിന് അടിസ്ഥാനം. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ, അവരടങ്ങുന്നതാണ് ലോക്സഭ. അതുകൊണ്ടാണ് കൂടുതൽ അധികാരങ്ങൾ ലോക്സഭയ്ക്ക് നൽകിയത്. ബ്രിട്ടീഷ് രാജാവിനെ പോലെ ആലങ്കാരികമായ അധികാരങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ ഉപദേശപ്രകാരം പ്രസിഡന്റ് പ്രവർത്തിക്കുന്നു. ഇത് ചെയ്തിരിക്കുന്നതും ബ്രിട്ടീഷ് മാതൃകയിൽ തന്നെയാണ്. സിവിൽ സർവീസിന്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ബ്രിട്ടനെയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ സിവിൽ സർവീസിന്റെ ചുവട് പിടിച്ചാണ് സ്വതന്ത്ര ഇന്ത്യയിലെയും സിവിൽ സർവീസിന് രൂപം നൽകിയത്. ബ്രിട്ടീഷ് മാതൃകയിലാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായ പദവിയും വിപുലമായ അധികാരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്നു. CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യുക, സാമ്പത്തിക ഉത്തരവാദിത്വം ഉറപ്പാക്കുക, പൊതുപണം സംരക്ഷിക്കുക, ഇതാണ് CAGയുടെ ചുമതല. ഇതിനു പുറമെ പാർലമെന്ററി ഗവൺമെന്റ്, നിയമവാഴ്ച, നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമം, ഏക പൗരത്വം, ക്യാബിനറ്റ് സംവിധാനം തുടങ്ങി വിവിധ ആശയങ്ങൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം: ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം
ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ് പറ്റുന്നത്? LDC ഓഗസ്റ്റ് 2024. മജിസ്ട്രേറ്റ്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 നിലവിൽ വന്നു. 2005 അത് അപ്രൂവ് ആയത്. പക്ഷെ നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. 3-ാം വകുപ്പാണ് ഗാർഹിക അതിക്രമത്തെ നിർവചിച്ചിട്ടുള്ള നിയമത്തിലെ വകുപ്പ്. കഴിഞ്ഞ ദിവസത്തെ SCERT ചാപ്റ്ററിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും സാമ്പത്തികമായും ഒക്കെ നടത്തുന്ന ചൂഷണങ്ങൾ ഗാർഹിക അതിക്രമത്തിൽ ഉൾപ്പെടുന്നു. ഒരു ഗാർഹിക അതിക്രമം നടന്നുവെന്നോ നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നോ അറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിക്കാം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമപ്രകാരം പ്രവർത്തനങ്ങൾ നടത്താൻ മജിസ്ട്രേറ്റിനെ സഹായിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഓരോ ജില്ലയിലും ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സംസ്ഥാന സർക്കാർ നിയമിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനത്തിൽ മുൻഗണന വനിതകൾക്കാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി കുറഞ്ഞത് 3 വർഷം. പരാതിക്കാരിൽ നിന്ന് ലഭിച്ച പരാതി അനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യും. ആശ്വാസ നടപടികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന അപേക്ഷയിൽ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് തീർപ്പാക്കണം. ദിവസവും മാസവും വർഷവും ഒക്കെ ഓർക്കണം. ഒരു പ്രൊട്ടക്ഷൻ ഓർഡറോ ഇടക്കാല പ്രൊട്ടക്ഷൻ ഓർഡറോ എതിർ കക്ഷി ലംഘിക്കുന്നതിനുള്ള ശിക്ഷ 1 വർഷം വരെ തടവ്, 20,000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടെ. മജിസ്ട്രേറ്റിന് നൽകാനായി പ്രൊട്ടക്ഷൻ ഓഫീസർ തയ്യാറാക്കുന്ന ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അഥവാ ഗാർഹിക സംഭവ റിപ്പോർട്ട്, അതിന്റെ കോപ്പി സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ, സർവീസ് പ്രൊവൈഡർ എന്നിവർക്ക് നൽകണം. ഒരേ വീട്ടിൽ താമസിക്കുന്ന പുരുഷനിൽ നിന്ന് പീഡനം നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്തബന്ധത്തിൽപ്പെട്ടതോ വിവാഹബന്ധത്തിലോ വിവാഹം വഴിയുള്ള ബന്ധത്തിൽപ്പെട്ടതോ ദത്തുബന്ധത്തിൽപ്പെട്ടതോ ആയ എല്ലാ സ്ത്രീകൾക്കും, അതായത് വിധവകളും കുട്ടികളും എല്ലാം ഉൾപ്പെടും, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2025 അതിന്റെ പ്രാബല്യം അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം ലഭിക്കും. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെയാണ് വിഴിഞ്ഞം തുറമുഖം. ജൂൺ 2024 OA പരീക്ഷയുടെ ചോദ്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഇതിന്റെ നിർമ്മാണം. ആദ്യഘട്ട കണ്ടെയ്നർ തുറമുഖമായിട്ടാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. ഇവിടെ വന്ന ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ. രണ്ടും ചോദ്യം വരാം, ആനുകാലികത്തിലും വരാം. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? കർഷകരുടെ കുടിയേറ്റം. ലാബ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യമാണ്. കാർഷിക ഉൽപാദനം അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനം, അതിന്റെ വൻവർധന, അതാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കാൻ സർക്കാരിനെ സഹായിച്ചതും ഹരിത വിപ്ലവമാണ്. 1-ാം ഘട്ടം അരങ്ങേറിയത് 1960 മുതൽ 70 വരെ. 2-ാം ഘട്ടം 1970 മുതൽ 80 വരെ. ഹരിത വിപ്ലവം ഊന്നൽ നൽകിയ പ്രധാന ഭക്ഷ്യവിഭവങ്ങൾ ഗോതമ്പ്, നെല്ല്. കോളനി ഭരണത്തിന് കീഴിൽ
കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞത് ഹരിത വിപ്ലവം വഴിയാണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവം തുടക്കത്തിൽ മുന്നേറിയത്. ഉയർന്ന വിളവ് തന്ന ഗോതമ്പായിരുന്നു മുന്നേറ്റത്തിന്റെ പ്രധാന ഘടകം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തത് ഹരിത വിപ്ലവം രണ്ടാം ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബാർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. പുത്തൻ സാങ്കേതിക വിദ്യ, HYV വിത്തുകൾ, രാസവളം, ജലസേചന സൗകര്യം, കീടനാശിനികൾ, ഇതിന്റെയൊക്കെ പ്രയോഗം ഹരിത വിപ്ലവത്തിന്റെ മുന്നേറ്റത്തിന് കാരണമായി. ചെറുകിട വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചതും അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടാക്രമണ സാധ്യത കൂടിയതുമാണ് ഹരിത വിപ്ലവത്തിന്റെ ചില ന്യൂനതകൾ. അപ്പോ ഇന്നത്തെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറും അതിന്റെ അനുബന്ധ വിവരങ്ങളും 5 ചോദ്യങ്ങൾ അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ദിവസം ഇതിന്റെ ബാലൻസ് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.